ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലും പുരാവസ്തു വകുപ്പിലും ആരോഗ്യ വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരള PSC വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. സ്ഥിര നിയമനമാണ്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പുരാവസ്തു വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഡിസൈനർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 270/2025 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 39,300 മുതൽ 83,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ പെയിൻറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് കോഴ്സ് പാസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ലാൻഡ് സർവേ, ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്നിവയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 279/2025 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 25,800 മുതൽ 59,300 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ പ്ലംബർ ട്രേഡിലുള്ള 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 276/2025 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെയാണ്. 7 ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അനുയോജ്യമായ ട്രേഡിൽ THSLC പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ SSLC പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ അനുയോജ്യമായ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനുയോജ്യമായ ട്രേഡിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് KGCE പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അനുയോജ്യമായ ട്രേഡിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് VHSC കോഴ്സ് പാസ്സായിരിക്കണം. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വകുപ്പിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 269/2025 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 39,300 മുതൽ 83,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദമാണ്. നിയമബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്തത് ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 272/2025 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 35,600 മുതൽ 75,400 രൂപ വരെയാണ് ലഭിക്കുന്നത്. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസ് വിഷയത്തിൽ 50% മാർക്കിൽ കുറയാതെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. കൂടാതെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ബ്ലഡ് ബാങ്ക് ടെക്നോളജിയിലുള്ള 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം. അടുത്തത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപ്പൻ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്.
വന്നിട്ടുള്ളത് 280/2025 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 25,100 മുതൽ 57,900 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കൊക്കെ നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ കാർപ്പൻട്രി ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 3/10/2025 വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് for watching.